ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം കത്തിച്ചാമ്പലാകാൻ. നമുക്ക് മുന്നിൽ ഉദാഹരണമുണ്ട്. തളിപ്പറമ്പ്. അവിടെ ഒരു തീപ്പൊരിയിൽ നിന്നാണ് കടകമ്പോളങ്ങളാകെ കത്തിച്ചാമ്പലാകുന്ന സ്ഥിതിയുണ്ടായത്. ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാത്ത ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മുൻകരുതലായി സ്വീകരിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഈ വിഷയമാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം കണ്ണൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രനാണ് ഈ ആഴ്ച അതിഥിയായി ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം PV പവിത്രൻ. നമസ്കാരം. നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഈ തളിപ്പറമ്പിലുണ്ടായ ആ തീപിടുത്തം അത് എല്ലാവരും ഭയത്തോടുകൂടി ഇന്നും ഓർക്കുന്ന കാര്യമാണ്. ഒരു സ്പാർക്കിൽ നിന്ന് ഒരു കടകമ്പോളങ്ങളാകെ കത്തി അമരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം ചെറിയൊരു തീപ്പൊരിയാണ് അത് ഇങ്ങനെ ഒരു കടകമ്പോളം ആകെ ഇങ്ങനെ വിഴുങ്ങേണ്ട സ്ഥിതിയിലേക്കൊക്കെ എത്തിയത്. അവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരുന്നില്ല എന്നതിന്റെ കാര്യം കൂടി ഫയർഫോഴ്സ് അതിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? അത് ശരിക്കും കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു 3 വാഹനങ്ങൾ ഈ ഇൻസിഡന്റിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് വിവിധ സ്റ്റേഷനിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടുത്തെ സ്റ്റേഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം അതിനുശേഷം ഒരു എൻക്വയറി എന്നില്ല അവിടെ പോയി പരിശോധിച്ച സമയത്ത് അവിടെ ഇപ്പോൾ ബിൽഡിങ്ങുകളെല്ലാം കാലപ്പഴക്കം ഉണ്ടാകുന്ന സമയത്ത് കൂടുതലും സാധ്യതയുള്ളത് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടാണ്. കാരണം വയറിങ്ങിലെ പ്രശ്നങ്ങൾ പോലും പല സ്ഥലങ്ങളിലും ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട്, അതായത് ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ചിലപ്പോൾ തീ പിടിക്കണമെന്നില്ല, അടുത്തൊന്നും അങ്ങനെ സാധനങ്ങളില്ല. സ്റ്റോക്ക് കൂടുതലാകുമ്പോൾ ഈ റൂമുകളിൽ നിറച്ചും ഈ സ്റ്റോക്ക് ഉണ്ടാകുന്ന സമയത്താണ് ഒരു ചെറിയ രീതിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ സ്പാർക്കൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റ് കത്തുന്ന സാധനത്തിലേക്ക് വരികയും അത് മൊത്തം കത്തുകയും ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളെ ബിൽഡിങ്ങിൽ ഇത് കെടുത്താൻ ആവശ്യമായ യാതൊരു സജ്ജീകരണങ്ങളും ഇല്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് തളിപ്പറമ്പിൻ്റെ മാത്രം കേസല്ല, മറ്റെല്ലാ സ്റ്റേഷനുകളും. ഞാനിപ്പോൾ 12 വർഷമായി സ്റ്റേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നത്. ഞാൻ തളിപ്പറമ്പിൽ 4 വർഷം ഉണ്ടായിട്ടുണ്ട്, പയ്യന്നൂർ ഉണ്ടായിട്ടുണ്ട്, കാഞ്ഞങ്ങാട്ടുണ്ട്, കണ്ണൂർ ഇപ്പോൾ റീസെൻ്റാണ് വന്നത്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിന് മനസ്സിലായത് ഈ ബിൽഡിങ്ങുകളിലെല്ലാം പോകുമ്പോൾ യാതൊരു സജ്ജീകരണങ്ങളും ഇല്ല. ഇപ്പോൾ സജ്ജീകരണം ഇല്ല ബിൽഡിങ് തന്നെയാണെങ്കിലും അത് എല്ലാ വർഷങ്ങളും പുതുക്കണം. അതിൻ്റെ NOC, അതായത് NOC എടുത്തിട്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫയർ സർവീസിന് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാ വർഷവും പുതുക്കണം, ഗവൺമെൻറ്റിലേക്ക് ഒരു ചലാൻ അടക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് മാൻഡേറ്ററി ആണ്. ഇതൊക്കെ പറഞ്ഞാലും ആൾക്കാർ ഇത് പുതുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ, ഇങ്ങനെ റുട്ടീൻ ചെക്കപ്പ്, ഈ ഇൻസ്പെക്ഷൻ എൻ്റെ സമയത്ത് പോകുന്ന പോലെ അവിടെ പോകുന്നില്ല. ഒരു ബോർഡ് ഓഫ് അംഗങ്ങളാണ്, ഒരു 3 പേരടങ്ങുന്ന ഒരു ബോർഡാണ് പോയി പരിശോധന എടുക്കുക. അപ്പോൾ അതിലെ മിസ്റ്റേക്കുകൾ നമ്മൾ കാണുകയും എന്തൊക്കെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പുതുക്കുന്നത്. നമ്മൾ ഈ പുതുക്കാത്ത സമയങ്ങളിൽ വലിയ ഏരിയ ആണ് ഫയർ സ്റ്റേഷൻ്റെ ടേൺ ഔട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ എത്തപ്പെടാത്ത ബിൽഡിങ്ങുകൾ ഉണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ ഈ പുതുക്കാത്ത കൊണ്ട് തന്നെ അവിടെ ഒരു അപകടം വരുന്ന സമയത്ത് യാതൊരു സിസ്റ്റവും ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കില്ല. ഈ ബിൽഡിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തളിപ്പറമ്പിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നോട്ടീസ് കൊടുത്ത ബിൽഡിങ്ങുകളാണ്. അത് നമ്മൾ ഈ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മുനിസിപ്പാലിറ്റിക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നു, അതുവഴി നമുക്ക് കലക്ടറെ അറിയിക്കുന്നു, ജില്ലാ ഓഫീസർ വഴി. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കൃത്യമായ റൂള് അല്ലെങ്കിൽ കൃത്യമായി നമുക്കൊരു കട അടച്ചുപൂട്ടാനുള്ള നിയമപരമായ അധികാരങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും അത് വീണ്ടും വർക്ക് ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നിലപാടെടുത്ത ഒരു കലക്ടർ എൻ്റെ ഓർമ്മയിൽ നമ്മളെ കോഴിക്കോടുണ്ടായ പ്രശാന്ത് കലക്ടറല്ലേ, അദ്ദേഹം അദ്ദേഹം നമ്മുടെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസറായ അരുൺ ഭാസ്കർ സാർ, അദ്ദേഹം ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് വിജിലൻ്റായി. അപ്പോൾ പല ബിൽഡിങ്ങുകളിലും ഞാനിപ്പോൾ എൻ്റെ ചെറിയ ഒരു 5-6 മാസമേ കണ്ണൂരായിട്ടുള്ളൂ, പോയി പരിശോധന നടത്തുന്ന സമയത്ത് ഈ അപകട സാധ്യതകളുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ മാർക്കറ്റ് സൈഡിൽ പോയിട്ടുണ്ട്. മാർക്കറ്റിൽ അടുത്തടുത്താണ് കടകൾ. ഞാനും ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ സാർ കൂടിയിട്ട് അവിടെ എല്ലാ കോർണറും പോയി പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അപകട സാധ്യത ലൈനിൻ്റെ അടുത്ത് തന്നെ ചില ഷോപ്പുകളുണ്ട്, അവരുടെ അടുത്തൊന്നും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സും ഇല്ല. അതുകൊണ്ട് നമ്മൾ റീജിയണൽ ഫയർ ഓഫീസർ NG സാർ, അദ്ദേഹമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലേൻ്റെ അതായത് അവരെ ടോപ്പ് റീജിയണൽ 2 ജില്ലയും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടുകയും എല്ലാ ഫയർ സ്റ്റേഷനിലും നിലവിൽ ഇനി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ സ്ഥാപിക്കുക. കാരണം അത് വിദേശ രാജ്യങ്ങളിൽ നിങ്ങളിപ്പോൾ ചോദിച്ചാൽ മനസ്സിലാവും. ഒരു ദുബായിൽ നിന്ന് വരുന്ന ഒരാളോട് പറഞ്ഞപ്പോൾ ഒരു കടയിൽ നിർബന്ധമായിട്ടും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതി നമ്മൾ എല്ലാ കടകളും കയറി, ഇവിടെ നിന്ന് 1000-ൽ കൂടുതൽ കടകൾ കയറി. ഈ മാർക്കറ്റിൽ മാത്രമല്ല, മാർക്കറ്റ്, കാൾടെക്സ്, ഈ പരിസരങ്ങളിൽ മൊത്തം കയറി. കൂടാതെ നമ്മളെ പുതിയ തെരുവ്, അതും ഈ സ്റ്റേഷൻ്റെ പരിധി തന്നെയല്ലോ, ആ സ്ഥലങ്ങളിലെല്ലാം കയറി നോട്ടീസ് കൊടുത്തിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോഴേക്ക് ഒരു 1000-ൽ കൂടുതൽ ചെയ്തതിൽ ഒരു 100 പേര് ഞാൻ നോക്കി. നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു 100 പേരോളം ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തവർ, മറ്റേ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ,
ഒക്കെ ചെയ്യുന്നുണ്ട്. 2000 രൂപയിൽ താഴെ ഇതിന് റേറ്റ് നിലവിൽ മറ്റ് ഷോപ്പുകളിൽ കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ചെയ്തിട്ട് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അവർ ഇത് നല്ല തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലവർ ഇതിനെ എതിർത്തിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗം ഞാനിപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സിൽ ഒരു ദിവസം ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ, അപ്പോൾ അവരൊക്കെ ഞാൻ ബോധവൽക്കരിക്കുന്ന സമയത്ത് ഒരു ബോധ്യമുണ്ട്. കാരണം നമ്മളൊരു അപകടം കൊണ്ട്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തളിപ്പറമ്പിൽ ചെറിയൊരു തീപിടുത്തം കൊണ്ട് ആടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ തീർക്കാൻ വരുന്ന തീപിടുത്തം രാവിലെ 1:30 വരെ ഞാനടക്കം അവിടുന്ന് വർക്ക് ചെയ്തതാണ്. ഒരു വലിയ ക്രൂ, അതായത് 100 പേരടങ്ങുന്ന ഒരു ഫയർഫോഴ്സ് സംഘങ്ങളും മറ്റു ആൾക്കാരൊക്കെ കൂടി ഒരു വർക്ക് ചെയ്തിട്ടാണ് ഇത് കെടുത്തിയത്. അത്രയും സമയമെടുത്തു, അത്രയും മാൻ പവർ, അത്രയും ഇന്ധനം, അല്ല വാഹനം മൊത്തം ട്രാഫിക് മൊത്തം ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത്രയും സമയം എടുക്കുന്നത് ശരിക്കും അവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ തീർക്കാൻ വരുന്ന ഫയറുകളാണ്. പക്ഷെ പബ്ലിക്കിന് അവെയർ ഇല്ല. ഫയർ എക്സ്റ്റിംഗ്വിഷർ സ്ഥാപിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സ്കൂൾ തലത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, 1000-ൽ കൂടുതൽ സ്കൂളുകൾ ഇപ്പോൾ കണ്ണൂർ സ്റ്റേഷൻ പരിധിയിൽ UP LP അതുപോലെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ പോയിട്ട് 1000-ലധികം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ട്, അത് ഇവിടെ മാത്രമല്ല എല്ലാ സ്റ്റേഷനിലും. ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് വരുമ്പോൾ തന്നെ ഒരു 800ഓളം സ്കൂളുകളിലും മറ്റൊക്കെ ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ജീവനക്കാർ എല്ലാ സമയവും, അതായത് കോളുകളില്ലാത്ത സമയങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് പോയിട്ട് എല്ലാവരും ബോധവൽക്കരിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവിടെ പോയി എടുക്കുന്നുമുണ്ട്. ഇനി അതുമല്ല, സ്റ്റേഷനിലേക്ക് വന്നാൽ സ്റ്റേഷനും കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബോധവൽക്കരണത്തിന് നമ്മൾ എപ്പോഴും സജ്ജരാണ്. കാരണം നമ്മൾ ആഗ്രഹം എന്താണ്? നിങ്ങളെല്ലാവരും സേഫ് ആവുക, ഒരു അപകടത്തിൽപ്പെട്ട് ആരും മരണപ്പെടാതിരിക്കുക, അവർ നല്ല ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ എപ്പോഴും സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വികസിത രാജ്യങ്ങൾ നോക്കിക്കോ, ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചിത്രത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണം. കാരണം കേരളം അത്യാവശ്യം സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ കൺസേൺ എപ്പോഴും എന്തായിരിക്കും? സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലൊരു ടോക്ക് തന്നെ എനിക്ക് ഞാൻ താല്പര്യത്തോടെ തന്നെയാണ് വന്നത്. കാരണം അങ്ങനെയുണ്ട് ഒരു ടോക്ക് ആൾക്കാർ കാണുമ്പോൾ ഞാൻ എൻ്റെ ഒരു തോന്നും, എനിക്കും വീട്ടിൽ അപകട സാധ്യതയില്ലേ? LPG സിലിണ്ടറുകളിലുണ്ടല്ലോ ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവാം, അങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? CPR കൊടുക്കുമ്പോൾ പലപ്പോഴും അറിയുന്നില്ല, ചോക്കിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കാർഡിയാക് അറസ്റ്റ്, ചോക്കിങ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ നിസ്സഹാരമായി നോക്കി നിൽക്കുക പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം പരാജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് എന്തെങ്കിലും മിനിമമായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും മറ്റു കാര്യങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം കുറച്ച് പൂർണ്ണമാകുന്നുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ അത്യാവശ്യം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സബ്ജക്റ്റുകളെല്ലാം വരുന്നുണ്ട്. വളരെ പ്രതീക്ഷയാണ്. അതിന് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ആ രീതിയിൽ വരികയാണെങ്കിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എല്ലാം കൃത്യമായിട്ട് സേഫ്റ്റീൻ്റെ ആസ്പെക്ട്സ് എല്ലാം പഠിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം ഭാവിയിൽ ഉണ്ടാവും, നല്ല സേഫ് ആയിരിക്കുന്നതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ അത് സാർ സൂചിപ്പിച്ചതുപോലെ ചെറിയ പൈസയേ ഉള്ളൂ അല്ലേ? അത് വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം നിർബന്ധമായും വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അതെ, അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇത് മാൻഡേറ്ററി ആയിട്ട് പറയണമെങ്കിൽ അത് റൂളിൽ ഉണ്ടാവണം അല്ലേ? ഇത് നമ്മളൊരു അഡ്വൈസറി ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇത് വെക്കാം. ഞാനിപ്പോൾ ഒരു വാഹനം വാങ്ങിയ സമയത്ത് ഉടനെ ഞാൻ എൻ്റെ വാഹനത്തിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നമ്മളെ കണ്ണൂർ ജില്ലാ ആശുപത്രിൻ്റെയും ഫയർ സ്റ്റേഷൻ്റെ ഇടയിലാണ് ഒരു ദമ്പതികൾ അല്ലേ, ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയും ഒരു ഹസ്ബൻഡും അത് പകലാണ് വെന്ത് മരണപ്പെട്ടത് അല്ലേ. നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ മുന്നിലൊരു കാറ് കത്തുകയാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ഇതെടുത്ത് ഉപയോഗിക്കാമല്ലോ. നമ്മൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങിലും വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളവിടെ കിടക്കുന്ന കാറുകളോ അല്ല പെട്ടെന്നൊരു ബിൽഡിങ്ങോ കത്തുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ആ കടക്കാരന് ഈ 10 എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അടിക്കുമ്പോഴേക്ക് തീ കെടില്ലേ? ഇതാണ് ഈ രീതിയാണ് നമ്മൾ, അതായത് എല്ലാവരും അങ്ങനെ എല്ലാ കടയിലില്ലെങ്കിലും ഒരു 2 കടകൾ അപ്പുറം നമുക്ക് ഓടിയെടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് തീ കെടുത്താലോ. നമ്മുടെ ACP TK രത്നകുമാറായി ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ഓട്ടോറിക്ഷ ഉടമകളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഒക്കെ വിളിച്ച് അവരോട് നിങ്ങളുടെ ഓട്ടോയിൽ നിർബന്ധമായും ഇത് വേണമെന്ന് പറഞ്ഞ് പോലീസ് തന്നെ പലർക്കും ഇത് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലം കഴിഞ്ഞു, അത് പിന്നീട് പോയി. ഇതൊരു എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തിയായി ഇത് വരുന്നില്ല. അതങ്ങനെ തന്നെ. ഇപ്പോൾ ഫയർ സർവീസ് ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്നു അല്ലേ, ആ സമയത്ത് മാത്രമല്ലേ ആ സർവീസിനെ പറ്റി എല്ലാവരും ഓർക്കുന്നത്, അതിൻ്റെ പ്രവർത്തന കാര്യങ്ങളും എല്ലാം പറയുന്ന ആ സമയത്താണ്. അതുകൊണ്ട് ഞാൻ സർവീസിനെയും മറന്നു, ആ കാര്യങ്ങൾ മറന്നല്ല. പിന്നെ ഒരു ഡിസാസ്റ്ററോ ഒരു ആപത്തോ വരുന്ന സമയത്ത് മാത്രമാണ് ഈ സർവീസ് മുന്നിലുണ്ടാവും അല്ലേ. നമുക്കെപ്പോഴും സർവീസിൻ്റെ രീതിയിൽ കുറച്ച് ലിമിറ്റുകളുണ്ട്. പറയുമ്പോൾ ഇതെല്ലാം വേണ്ടതാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സമൂഹമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ നോട്ടീസുകളെല്ലാം കൊടുക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 100ഓളം കടകൾ മാത്രം വെക്കുന്നു, വേറെ ആരും വെക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ എൻ്റെ കട കത്തില്ല, എനിക്കൊരു അപകടം സംഭവിക്കില്ല എന്നുള്ള ഒരു ധാരണയാണ്. ഞാനടക്കം നിങ്ങളടക്കം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്ന് ഞാൻ അപകടത്തിൽപ്പെടുന്നു ചിന്തിച്ചു വരുന്നതല്ല. പക്ഷെ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നില്ലേ, അതിൻ്റെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയണ്ടേ, എങ്ങനെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യണം എന്നറിയില്ലേ, അങ്ങനെയൊന്നും അറിയുന്നില്ല. ബോധവൽക്കരണത്തിന് നമ്മൾ റെഡിയാണ്. നിങ്ങൾ മിനിമം ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങിയിട്ട് നിങ്ങളെ കട വെച്ച് സേഫ് ആക്കിയാൽ അത് ഇനി വീട്ടിലും കൊണ്ടുപോയിക്കോ. ഇത് പോർട്ടബിൾ സാധനമാണല്ലോ. ഇനി കടയടച്ച് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയാൽ വീട്ടിൽ അപകട സാധ്യതയുണ്ടല്ലോ.
ആ സമയത്ത് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ കത്തുവാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ. ഇത് എല്ലാ ഫയറിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് വീട്ടിലേക്കും അത് ഫിക്സഡ് അല്ലല്ലോ, നമുക്ക് പോർട്ടബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ ഒരു രീതിയിൽ സേഫ്റ്റി കൺസേൺ അല്ലെങ്കിൽ സേഫ്റ്റി ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. എന്തായാലും ഈ ഇത്തരം സംഭവങ്ങൾ ഈ ഫയർ എക്സ്റ്റിങ്വിഷർ കിട്ടാനില്ല എന്നുള്ളതാണെങ്കിൽ ഉറപ്പായും നമ്മളും ആവശ്യക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമ്മളും തയ്യാറാണ്. ഫയർഫോഴ്സിനൊപ്പം കണ്ണൂർ വിഷനും ചേരുകയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഫയർ എക്സ്റ്റിങ്വിഷർ ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകില്ല. നമ്മൾ ഇവിടെ തന്നെ അത് സ്റ്റോക്ക് ചെയ്ത് ആളുകൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മാനേജ്മെന്റിനോട് പറയാം. അപ്പോൾ സുരക്ഷ അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തീപിടുത്തം പല മേഖലയിൽ പല സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടായി. നമ്മൾ വീടുകളിൽ തന്നെ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ആദ്യത്തെ കോൾ പോകുന്നത് 101-ലേക്കായിരിക്കും. എല്ലായിടത്തും ഓടിയെത്തേണ്ടത് ഫയർഫോഴ്സ് ആണ്. ശരിയാണ്. കാരണം നല്ല അപകടം ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അപകടം ഉണ്ടാകുമ്പോൾ ഓർക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. മുമ്പ് ഫയർഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും തീപിടുത്തുണ്ടെങ്കിൽ മാത്രമാണ് വിളിക്കുന്നത്. ഇന്ന് 2002 തന്നെ അത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപകടത്തിനും തീപിടുത്തം മാത്രമാവണമെന്നില്ല. ഇന്നും പബ്ലിക് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. അത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറ ഒരു ഫ്ലാറ്റിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയും ഒരു ഫ്ലാറ്റിലുണ്ടായ സമയത്ത് ഒരു ഫോൺ വന്ന സമയത്ത് ആ സ്ത്രീ പുറത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഡോറൊന്ന് അടഞ്ഞു പോയി. അപ്പോൾ ആ ഡോറ് തുറക്കാൻ പറ്റുന്നത് ചൈൽഡ് ലോക്ക് പോലെയാണ്. കുട്ടിക്ക് ഒരു 4 വയസ്സിനുള്ളിലാണ്. അപ്പോൾ ഈ സ്ത്രീ ആകെ പാനിക്കായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു പറഞ്ഞാൽ വേറൊന്നും ആലോചിച്ചില്ല, ആ ഒരു പാരപ്പറ്റ് വഴി അതിൻ്റെ ഉള്ളിൽ കയറാനൊരു ശ്രമം നടത്തി. കുട്ടി എന്തും വലിച്ച് ദേഹത്തിടുമോ എന്നൊരു ഒരു എപ്പോഴും നമുക്ക് അമ്മമാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമം നടത്തി ആ സ്ത്രീ താഴെ വീണ് മരണപ്പെട്ടു. ഇതിൻ്റെ ഭാഗം നമ്മൾ വലിയ രീതിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു പബ്ലിസിറ്റി കൊടുത്തു. കാരണം നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ വിചാരിച്ചിട്ട് ഫയർഫോഴ്സിൽ തീപിടുത്തുണ്ടെങ്കിൽ വിളിക്കേണ്ടു എന്നുള്ള ചിന്താഗതി ആയിരിക്കും. കയ്യിൽ ഫോണും ഉണ്ട് അല്ലേ, ശരിക്കും 101-ലേക്ക് ഡയൽ ചെയ്താൽ മതി. ആ സ്ത്രീക്ക് ഒരു അപകടം പറ്റൂല, കുട്ടീനെ വളരെ സേഫ് ആയിട്ട് പുറത്തെടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അപകടപ്പെട്ടത്. അതിനുശേഷം നമ്മൾ വലിയ രീതിയിൽ അഡ്വർടൈസ്മെൻ്റ് കൊടുത്തു. നിങ്ങൾ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ 101-ലേക്ക് വിളിക്കൂ, ബോധവൽക്കരിച്ചു. അതാണ് പലപ്പോഴും അങ്ങനെ ഒരു ധാരണ പബ്ലിക്കിനില്ല. അതായത് തീപിടുത്തുണ്ടെങ്കിൽ മാത്രം ഫയർഫോഴ്സിനെ വിളിച്ചാൽ മതി എന്ന് തോന്നുന്ന ഒരു സമൂഹമാണ് കുറച്ചൊക്കെ. സിവിലൈസ്ഡ് കുറച്ച് ആൾക്ക് അറിയാം. അപ്പോൾ അതുകൂടി നമ്മൾ അറിയണം. അതായത് എല്ലാ അപകടത്തിനും എന്ത് അപകടം ഉണ്ടെങ്കിലും വിളിക്കാൻ പറ്റിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. നിങ്ങൾ നോക്കി, ഇതിനിടയിൽ സ്കൈ ഡൈനിങ്ങിൽ ആൾക്കാർ കുടുങ്ങിയ സമയത്ത് പോലും 120 അടിയോളം ഉയരത്തിൽ ആൾക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇടുക്കിയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ തോന്നുന്നു അത്ര ആ രീതിയിൽ അഡ്വാൻസ്ഡ് ആയി ഡിപ്പാർട്ട്മെന്റ്. അത് ആ രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് റെസ്ക്യൂ പ്രവർത്തനം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അതിന് റോപ്പ് റെസ്ക്യൂവിൻ്റെ ടീമുണ്ട്, സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്. ഇപ്പം ആമേഴഞ്ചൻ ഇതിലുള്ള ആൾക്കാർ ഇറങ്ങി മലിനമായ സ്ഥലത്ത് ഇറങ്ങിയിട്ട് തിരുവനന്തപുരം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. അവിടെയൊക്കെ ഡൈവ് ചെയ്ത ടീമുമാണ്. അപ്പോൾ അങ്ങനെ മുമ്പൊക്കെ ഇത് നേവീനെ ആശ്രയിക്കുന്ന സമയമായിരുന്നു, വെള്ളത്തിലെല്ലാം വീണ് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അങ്ങനെ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ എഫിഷ്യൻ്റായ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ബോധവൽക്കരണം ഇതുവഴി പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ഒരു അപകടത്തിൽ പെടുമ്പോൾ ഫയർ സർവീസിനെ വിളിക്കും, തീപിടുത്തം അല്ലാതെ. ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ അപകടത്തിൻ്റെ പ്രധാന കാരണം വീട്ടിൽ ഈ സിലിണ്ടർ പലപ്പോഴും അപകടം റെഗുലേറ്ററിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ ട്യൂബുകൾ കാലഹരണപ്പെട്ടിട്ടുമാണ്. പല ട്യൂബ് നമ്മൾ നോക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവില്ല. നമ്മൾ വിഷൻ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ എലി കടിച്ചിട്ടും മറ്റ് മോശമായിട്ടും ഒക്കെയാണ് ലീക്ക് ഉണ്ടാവുന്നത്. LPG ആണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, ഫ്ലെയിമബിൾ ഗ്യാസ് ആണ്. വലിയ തീപിടുത്തം ഉണ്ടാവുന്നത്. തീ മൊത്തം ഈ ഗ്യാസ് സിലിണ്ടർ തീയിൽ പെടുമ്പോഴാണ് ഇത് പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം 2-3 മാസം മുമ്പ് അവിടെയുള്ള അന്യ സംസ്ഥാനത്തിലെ തൊഴിലാളി 4 പേരാണ് പഴയങ്ങാടിയിൽ മരണപ്പെട്ടത്, പൊള്ളലേറ്റിട്ട്. നമുക്ക് 4 പേരാണ് ഒരു ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ വലിയ രീതിയിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. വളരെ വിജിലൻ്റ് ആവണം. വീട്ടിലും ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങൾ അതിനെന്താ നമ്മൾ ഒരു മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സാധനം എപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ ഈ ഗ്യാസ് പാചകം ചെയ്യുന്ന ഇതില്ല, അല്ലേ, നമ്മൾ എല്ലാ ദിവസവും അത് കാണണം. അതിന്റെ പൈപ്പ് ലൈൻ പോകുന്നതും അതിന്റെ എല്ലാ ദിവസവും റെഗുലേറ്റർ ഓഫ് ചെയ്യണം. കിടക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. റെഗുലേറ്റർ ഓഫ് ചെയ്യാതെ കിടക്കുമ്പോഴാണ് ഈ സംഭവം എന്താ ചെയ്യുന്നത്, ഈ ലീക്ക് ആകുമ്പോഴും അവിടെ വലിയ രീതിയിൽ അപകട സാധ്യത മതി. നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ റെഗുലേറ്റർ ഓഫ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ പാചകം ചെയ്ത് റെഗുലേറ്റർ ഓഫ് ചെയ്ത് വേണം നമ്മൾ കിടക്കാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇല്ല, ഞാൻ അന്നേരം ഞാൻ പറയാറുണ്ട്, പാചകം ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് ഒരു ഫ്ലെയിം കുറയുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പാചകം ചെയ്യുന്ന കൂടെ ഓർക്കുമ്പോൾ പിന്നെ ട്യൂബിലും ഇല്ല, പിന്നെ ഇതിലേ ഉള്ളൂ ഈ സാധനം കണ്ടന്റ് നമ്മളെ സിലിണ്ടറിൽ മാത്രമാണ്. പിന്നെ ഒരിക്കലും നമ്മളില്ലെങ്കിൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്തു, റെഗുലേറ്റർ ഓഫ് ചെയ്യുമ്പോൾ ഈ ട്യൂബിൽ കിടക്കും. അതാണെങ്കിലും മതിയല്ലോ ഒരു അപകട സാധ്യതയൊക്കെ. അപ്പോൾ
നമ്മൾ റെഗുലേറ്റർ, അതായത് റെഗുലേറ്റർ ഓഫ് ചെയ്ത് കിച്ചൺ പാചകം ചെയ്തിട്ട് ഒരു ഫ്ലെയിം കുറയുന്ന സമയത്ത് അതിൻ്റെ നോബ് കൂടി ഓഫ് ചെയ്യുമ്പോൾ പിന്നെ ട്യൂബിലും ഇല്ല, ആകെ കിടക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ മാത്രമാണ്. അവിടെ അപകട സാധ്യത കുറച്ചുകൂടി കുറവാണ്. എപ്പോഴും ഒരു നനഞ്ഞ ചാക്കിട്ട് അത് മൂടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ ഫയർഫോഴ്സിന്റെ അതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു പൊതുവെ പറയാനുണ്ട്, ഒരാൾ തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് പോലും അവർ അധികം ഓടുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ നമ്മൾ വൈഫാവട്ടെ കുട്ടികളാവട്ടെ തീപിടുത്തം ഉണ്ടാവും, ഓടരുത്. നമ്മൾ പറയുന്നത് സ്റ്റോപ്പ് ഡ്രോപ്പ് ആൻഡ് റോൾ എന്നുള്ള മെത്തേഡാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിർത്തുക, അവിടെ കിടന്ന് ഉരുളുക. അതായത് ഓടാനോ അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ മാക്സിമം സപ്ലൈ കിട്ടും, അപ്പം നന്നായി കത്തും. അപ്പോൾ വേറെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ റോൾ ചെയ്യുക. ഇനി വേറൊരു വ്യക്തി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു നനഞ്ഞ പുതപ്പെടുത്തിട്ട് അദ്ദേഹത്തിനെ പുതക്കുക. നമ്മളിപ്പോൾ നിങ്ങൾക്കിത് അറിയെങ്കിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വേറെ ആ തുടക്കത്തിൽ തന്നെ അപ്പോൾ തീ കെടും. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് രീതിയിലാണ് നമ്മൾ സിലിണ്ടർ അങ്ങനെ ചെയ്യാൻ എപ്പോഴും പ്രായോഗികമാവണമെന്നില്ല. സിലിണ്ടർ പിന്നെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, മൂടുന്നത്. കാരണം ഓക്സിജൻ കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തീ കെടും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മൾ അമ്മമാരെല്ലാം പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിനോ അറിയില്ല, ഈ പാചകത്തിൻ്റെ ഈ ഫ്ലൈയിങ് നമ്മൾ പാനിൽ പെട്ടെന്ന് എണ്ണയിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, വെള്ളം ഒഴിക്കുകയല്ല ചെയ്യാറ്, അവർ ആ പാത്രം വെച്ച് അടക്കുകയാണ് ചെയ്യുക. നല്ല രീതി. അപ്പോൾ ആ പാത്രം വെച്ച് അടച്ചാൽ ഓക്സിജൻ സപ്ലൈ പുറത്തുനിന്ന് കിട്ടൂല, ആ തീ കെടും. അതുതന്നെയാണ് ഈ സ്മോദറിങ് മെത്തേഡ് കൊണ്ട്, അതായത് ഇങ്ങനെ കവറിങ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ സിവിൽ ഡിഫൻസ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിങ്ങായി മാറുകയാണ്. ധാരാളം ആളുകൾ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗമായി വരുന്നുണ്ട്, സ്വയം സന്നദ്ധരായി വരികയാണ് ആളുകൾ. എങ്ങനെയാണ് ഒരു സിവിൽ ഡിഫൻസിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരേണ്ടത്? നിലവിൽ എനിക്ക് 2019 സിവിൽ ഡിഫൻസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായത്. ആ സിവിൽ ഡിഫൻസ് ഭാഗമാക്കാൻ സേവന സന്നദ്ധത മാത്രം മതി. വോളണ്ടിയർ എന്നാണ് പറയുന്നത്, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ അല്ലേ. അപ്പോൾ അതിൽ പറയുന്നത് 18 വയസ്സ് പൂർത്തീകരിക്കണം. 4ാം ക്ലാസ്സാണ് യോഗ്യത പറയുന്നത്. അത് മാനസികവും ശാരീരികവുമായിട്ട് ഫിറ്റായ ഒരു വ്യക്തിക്ക്, ഒരു സന്നദ്ധനായ ഒരു വ്യക്തിക്ക് ഈ സർവീസിൽ അംഗമായി. ഇപ്പം സിവിൽ ഡിഫൻസ് വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിലവിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം ഒരു 360 പേരാണ് ഒരു ജില്ലയിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഇത് സെൻട്രലി മുംബൈ ഉള്ളതാണ്. സിവിൽ കേരളത്തിൽ 2019 ആയതേ ഉള്ളൂ. അങ്ങനെയുള്ള സന്നദ്ധരിലൊരു സമൂഹമാണ് നമ്മൾക്കുണ്ടെങ്കിൽ ഫയർഫോഴ്സ് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു പബ്ലിക്കിന് റെസ്പോണ്ട് ചെയ്യാമല്ലോ. ഒരാൾക്ക് പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു, അല്ലെങ്കിൽ CPR കൊടുക്കണം, ഇദ്ദേഹത്തിന് ഫയർ സർവീസ് വരുമ്പോൾ അതുമ്പോൾ ചിലപ്പോൾ മരണം സംഭവിക്കാം അല്ലേ, അല്ലെ ചോക്കിംഗ് ആയി. അപ്പോൾ ഇത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ ഫയർ സർവീസ് വരുമ്പോഴേക്ക് എപ്പോഴും ഇതാണ്, ഈ ഒരു ചിന്താഗതിയാണ് ഈ സിവിൽ ഡിഫൻസിന് ആശയത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ അവർ വരുന്നവരെ ആൾക്കാർ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യാൻ പറ്റും. ഫയർഫോഴ്സ് വരുമ്പോൾ തന്നെ ആളെ ജീവൻ രക്ഷാപ്രവർത്തനം രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇതുകൊണ്ടാണ് വലിയ രീതിയിലുണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ജനസംഖ്യയുടെ 1% സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് വേണമെന്നാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവല്ലേ. ഇവിടെ ഒരു 3-4 കോടി ഉണ്ടെങ്കിൽ 4 കോടി ഉണ്ടെങ്കിൽ 4 ലക്ഷം ആൾക്കാർ വേണ്ടേ. വളരെ 125 പേർക്കാണ് ഓരോ സ്റ്റേഷനിലും ഇതുവരെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 50 പേര് ആദ്യം ട്രെയിനിങ് കൊടുത്തു, വീണ്ടും ഒരു 50 പേര് കൊടുത്തു, പിന്നെ 25 പേരെ കൊടുത്തു. പക്ഷേ ട്രെയിനിങ് 125 പേര് പൂർത്തീകരിച്ചിട്ടുണ്ട്. 15 ദിവസത്തെ ട്രെയിനിങ് ആണ് പൂർത്തീകരിച്ചത്. ആദ്യം സ്റ്റേഷൻ തലത്തിൽ 6 ദിവസം, ജില്ലാ തലത്തിൽ 6 ദിവസം, പിന്നെ സ്റ്റേറ്റ് തലത്തിൽ 3 ദിവസം, അങ്ങനെ 15 ദിവസത്തെ ട്രെയിനിങ് 1000 പേരെങ്കിലും വേണം. പക്ഷെ അങ്ങനെ ഇവിടെ ഈ 125 പേര് തന്നെ വളരെ ശുഷ്കമാണ്. ആദ്യം കുറച്ച് പേര് വരുന്നതല്ലാതെ പിന്നെ ഇതിൽ യൂണിഫോം എല്ലാം കൊടുത്തു കഴിഞ്ഞ് കുറച്ച് വേണ്ടി ഇതുമായിട്ട് ഒരു രീതിയിലും വരാത്ത കുറേ പേരുണ്ട്. കുറച്ച് പേരെ കിട്ടുന്നില്ല. ഞാൻ നോക്കുമ്പോൾ കണ്ണൂർ ആകെ ഒരു 25 പേര് 30 പേരിൻ്റെ ഉള്ളിൽ എനിക്ക് ഇത്രയും ട്രെയിനിങ് നിന്ന് ആളെ കിട്ടുന്നില്ല. ഒരു എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് നമ്മൾക്കൊരു ഇവർ ആവശ്യം വരുന്ന സമയത്ത് വിളിക്കുമ്പോൾ അങ്ങനെ. ശരിക്കും ഇത് യുവജന സംഘടനകൾ ഏറ്റെടുക്കേണ്ടതാണ്. അവരുടെ ഒരു നിശ്ചിത കോട്ട ഇത് സിവിൽ ഡിഫൻസിന് വേണ്ടി തന്നെ മാറ്റിവെക്കുന്നു. അവർ തന്നെ ഒരു ബോധവൽക്കരണം നടത്തി അവരുടെ കൂടി ഒരു റിക്രൂട്ട്മെന്റ് പോലെ ഈ സേവന സന്നദ്ധരായ ഒരു യുവ സമൂഹത്തെ അവർ കൂടി സൃഷ്ടിക്കേണ്ടതല്ലേ ശരിക്കും? അങ്ങനെയാണ്, വളരെ നല്ലതല്ലേ. നിങ്ങൾ നോക്കൂ, നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം വീട്ടുകാർക്ക് ആരെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരവിടെ ഉണ്ടെങ്കിൽ, നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ വളരെ നമുക്ക് ഇങ്ങനെ അപകടം സംഭവിക്കും. നിങ്ങൾ നോക്ക് എത്ര ആൾക്കാരാണ് പിന്നെ എന്തെങ്കിലും തൊണ്ടയിൽ കടല കുടുങ്ങിയിട്ട് അല്ലേ, അങ്ങനെ അതുപോലെ എന്തെങ്കിലും പെന്നിൻ്റെ ടോപ്പ്, അങ്ങനെ വ്യത്യസ്ത സാധനങ്ങൾ വീട്ടിലിരിക്കും, കുട്ടികൾ നാണയങ്ങൾ ഇങ്ങനെയൊക്കെ വിഴുകിയിട്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു വക ഒഴിവാക്കാൻ വേണ്ടി വരും. നിങ്ങൾ തന്നെ പത്രത്തിൽ കാണുന്നില്ലേ, മുലപ്പാൽ കുടിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം കുറേ ന്യൂസുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ തുടക്കത്തിൽ അവിടെയുള്ള ആൾക്കാർ റെസ്പോൺസ് കറക്റ്റ് ആണെങ്കിൽ ഇവരൊന്നും മരണപ്പെടില്ല. വലിയ രീതിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും. ഇവരൊക്കെ ഒരു സിവിൽ ഡിഫൻസ് നല്ലോണം ഉള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ അത്രയും അപകട സാധ്യത കുറയും. അത്രയും ആൾക്കാർക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാവില്ല. ഒരു തീപിടുത്തം ഉണ്ടെങ്കിൽ അവർ പോയിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അടിക്കും. അവരവിടെ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കും.
അപ്പോൾ അങ്ങനെ മാറണമെങ്കിൽ അത്രയും ആളെ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും ആളെ ട്രെയിനിങ്ങിന് വോളണ്ടിയറായി വരുന്നില്ല. ആൾക്കാർ പലപ്പോഴും വേറെ എന്തെങ്കിലും വരുന്നതെല്ലാം ശരിക്കും വോളണ്ടിയർ തന്നെയാണ്. ബാക്കി എല്ലാവരും എന്തെങ്കിലും ഇതിൽ അതുമല്ലാതെ എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഇല്ല, സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ച് ആരും വരാം. അതാ ചിലവർ അങ്ങനെ വരുന്നു, അപ്പോൾ അവിടെ തന്നെ മതിയാക്കുന്നു. സാമ്പത്തികമായി വോളണ്ടിയർ ആണല്ലോ, അല്ലെ, നമ്മൾ സന്നദ്ധർ ആണല്ലോ, നമ്മൾ കേരള സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം വരിക. അതെ, ഇത് അങ്ങനെ തന്നെ വരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ആ വോളണ്ടിയർ എന്നുള്ള വാക്കിൽ ആ ഒരു അർത്ഥമുണ്ട്. നമുക്ക് അതിനെ കൊണ്ട് വലിയ ബെനിഫിറ്റ് ആണ് സമൂഹത്തിന്, അല്ലെ, സാമൂഹിക സേവനം തന്നെ അല്ലേ. ഇവരെ ഇങ്ങനെ വോളണ്ടിയറായിട്ട് വന്നിട്ട് ഇതെല്ലാം പഠിച്ചിട്ട് സമൂഹത്തിൽ ഉപകരിക്കുകയാണെങ്കിൽ ഒരാൾ ജീവനാണ് രക്ഷപ്പെടുന്നത്, മറ്റുപോലെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരണം. ഇനിയും ഇപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഓൺലൈനിൽ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യണം. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം നമ്മൾക്ക് അഭിപ്രായം. എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കുന്ന 7 ദിവസം ട്രെയിനിങ് ആണ്. ആ 7 ദിവസം ട്രെയിനിങ് കിട്ടുവാണെങ്കിൽ ഒരു മികച്ച ഒരു സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒരു അപകടം പോയിട്ട് അവിടെ റിയാക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ആ കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മൾ എന്ത് ചെയ്യണം. സമൂഹത്തിന് അല്ലെങ്കിൽ കുടുംബത്തിനെങ്കിലും ഉപകാരപ്പെടും ഉറപ്പായിട്ടും. നമ്മൾ മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചത് തന്നെ, ഈ ബിൽഡിങ്ങുകൾ എല്ലാം ഈ ഫയർഫോഴ്സിന്റെ ഒരു NOC കൂടി ബിൽഡിങ്ങുകൾക്ക് അത്യാവശ്യമാണ് എന്നുള്ളത്. പക്ഷെ അത് പലർക്കും അറിയില്ല. വീടുകൾക്കടക്കം NOC വേണം എന്നാണ് ചട്ടം. പക്ഷെ അതൊന്നും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. എന്താണ് അതിന്റെ ഒരു ആവശ്യം, എന്താണ് അതിന്റെ ചട്ടം എന്ന്? നിലവിലെ മുനിസിപ്പൽ റൂൾ ആവട്ടെ, പഞ്ചായത്ത് റൂൾ, അതിൽ പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡ് 2016 പാർട്ട് 4 പ്രകാരമുള്ള ഫയർ സിസ്റ്റം വേണമെന്നാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ 9 ടൈപ്പ് ബിൽഡിംഗ് ഉണ്ട്. റെസിഡൻഷ്യൽ, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ വീട്, അതിൽ ആ വീട് പറഞ്ഞാൽ 10,000, അതായത് 1000 മീറ്റർ സ്ക്വയർ കൂടുതൽ വരുന്ന വീട്, അത് ക്വാർട്ടേഴ്സ് ആവാം, വീടാവാം, അപ്പാർട്ട്മെന്റ്സ് ആവാം. അതുപോലെ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ പോലെ 10,000 സ്ക്വയർ ഫീറ്റ് 1000 മീറ്റർ സ്ക്വയർ, അത് ഏകദേശം 10,000 ഏകദേശം വരുമല്ലോ. 10,000 സ്ക്വയർ ഫീറ്റ് വരും. 1000 മീറ്റർ സ്ക്വയറിന് മുകളിൽ വരുന്നത്, അല്ലെങ്കിൽ 15 മീറ്റർ ഹൈറ്റിന് മുകളിൽ വരുന്നത്. ഇപ്പോൾ അത് 1000 മീറ്റർ സ്ക്വയർ ഇല്ല, പക്ഷെ 15 മീറ്റർ മുകളിൽ ഹൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിന് NOC വേണം. അങ്ങനെയാണ് ഇതിൻ്റെ നിബന്ധനയിൽ പറയുന്നത്. അങ്ങനെ വരുന്ന ബിൽഡിങ്ങുകൾ പറഞ്ഞാൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ ബിൽഡിംഗ് വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ്, നമ്മൾ പറഞ്ഞ ആശുപത്രി പോലെ, അതുപോലെ അസംബ്ലി ബിൽഡിംഗ്, ഓഡിറ്റോറിയങ്ങൾ. ഈ അസംബ്ലി ബിൽഡിങ്ങിൽ പറയുന്നത് 200 മീറ്റർ സ്ക്വയർ ആണ്. അതായത് നേരത്തെ പറഞ്ഞ 1000 അല്ല, 200 മീറ്റർ സ്ക്വയർ കൂടുതൽ വരുവാണെങ്കിൽ അത് ആ അസംബ്ലി ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഓഡിറ്റോറിയം, സിനിമാ തിയേറ്റർ, ആളുകൾ ഏറ്റവും കൂടുതൽ കൂടുന്നതാണല്ലോ. അപ്പോൾ 200 മീറ്റർ സ്ക്വയർ ആണ് നിലവിലെ റൂളിൽ പറയുന്നത്. അത് മറ്റേത് 1000 ആണല്ലോ. അപ്പോൾ 200 മീറ്റർ സ്ക്വയർ കൂടുതൽ വരുവാണെങ്കിൽ അതിനും NOC വേണം. 1000 മീറ്റർ സ്ക്വയറിൽ കാത്തു നിൽക്കരുത്. അപ്പോൾ ഇത് പിന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, നമ്മൾ മെർക്കൻറ്റൈൽ കാറ്റഗറിയിൽ വരുന്ന 1000 മീറ്റർ സ്ക്വയർ, അതുപോലെ ബിസിനസ്, അതുപോലെ നമ്മൾ ഓഫീസ്, നമ്മൾ ബാങ്കിങ് പർപ്പസ്, ഇൻഡസ്ട്രി, വ്യവസായ സ്ഥാപനങ്ങൾ, സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ടല്ലോ, സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഹസാഡസിന് അങ്ങനെ ലിമിറ്റ് ചെയ്ത ഒരു ചെറിയ സ്ട്രക്ചർ ആണെങ്കിൽ പോലും അതിൽ എത്ര ഒരു 5 മീറ്റർ സ്ക്വയർ ആയാലും 10 മീറ്റർ സ്ക്വയർ ആയാലും ഹസാഡസ് ബിൽഡിങ്ങുകൾക്ക് NOC വേണം തന്നെയാണ് പറയുന്നത്. അതിന് ഈ ഇപ്പോൾ അസംബ്ലി ബിൽഡിംഗ് പറഞ്ഞാൽ 200 മീറ്റർ സ്ക്വയർ മുതൽ എന്ന് പറയുന്നില്ല. ഹസാഡസ് അല്ലേ, വളരെ അപകടമുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നിലവിലത് പറയുന്നത്. ഇതുകൂടാതെ പെട്രോൾ പമ്പിന് NOC കൊടുക്കുന്നുണ്ട്, അതുപോലെ ഗ്യാസ് ഗോഡൌണിന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്രോൾ പമ്പിനും ഗ്യാസ് ഗോഡൌണിലും 2 വർഷം കൂടുമ്പോൾ പുതുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുതുക്കുന്നുണ്ടോ ചോദിച്ചാൽ പലപ്പോഴും ഇല്ല. പലപ്പോഴും നമ്മൾ പല പെട്രോൾ പമ്പുകൾ പോകുമ്പോൾ അവർ ഏതെങ്കിലും കോടതി വിധി വാങ്ങിയിട്ട് പഴയ പമ്പാണ്, അപ്പോൾ അതിന് അറ്റാച്ച്മെൻറ്റെല്ലാം ചെയ്തിട്ട് കോടതി വിധിയെല്ലാം വാങ്ങിയിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അതുപോലെ ഗ്യാസ് ഗോഡൌൺ ഉണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് റവന്യൂ ആണ്. ഇതൊക്കെ പലപ്പോഴും പുതുക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. ഈ ബിൽഡിങ്ങുകളിലും ഒരു വർഷം NOC എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ അത് വീണ്ടും പുതുക്കണം. ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറ് ചലാൻ അടച്ച് റവന്യൂ കൊടുത്ത് പുതുക്കേണ്ടതാണ്. അങ്ങനെ പുതുക്കി കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പോയി പരിശോധിക്കുന്നുണ്ട്. ബിൽഡിങ്ങുകൾ, ഇത്രയും ബിൽഡിങ്ങുകൾ, ഇത് കൂടാതെ ഈ ബിൽഡിങ്ങുകൾ കൂടാതെ ഈ PPR ആക്ട് അനുസരിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം ഗ്രൗണ്ടിൽ പല മേളകൾ വരുന്നില്ലേ, അതിന് NOC കൊടുക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അങ്ങനെ വ്യത്യസ്ത സേവനങ്ങളോട് ആംബുലൻസ് സർവീസ് കൊടുക്കുന്നുണ്ട്. ആംബുലൻസ് സർവീസ് പെയ്ഡും കൊടുക്കുന്നുണ്ട്, അല്ലാതെയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അവിടെ പെയ്ഡ് സർവീസ്, ഒരു വേറെ ആംബുലൻസ് അവൈലബിൾ അല്ലെങ്കിൽ ഒരു ഇത്ര റേറ്റ് അനുസരിച്ചിട്ട് ആംബുലൻസ് സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഫെസിലിറ്റി അവിടെ ആംബുലൻസിൻ്റെ ഇതായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ആ ആംബുലൻസ് സർവീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഒരു കോളിനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ കിട്ടും. ഒരു ആക്സിഡൻറ്റ് സ്ഥലത്തേക്ക് പിന്നെ അതിന് സാമ്പത്തികം ഒന്നും കൊടുക്കില്ല. നമുക്കൊരു ഷിഫ്റ്റിംഗ് ദിവസം ഒരാൾ പേഷ്യൻറ്റ് വേറെ വാഹനം കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പൈസ എടുത്ത് ചെയ്യാം. ഇങ്ങനെയൊക്കെ സേവനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള സേവനങ്ങളാണ് കൊടുക്കുന്നത്. അത് പബ്ലിക് അറിയുന്നില്ല എന്ന് എനിക്ക് അത്ഭുതം. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ സ്കൂളുകളിലും കോളേജുകളിലും മറ്റു സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പോയിട്ട്, കുടുംബശ്രീയിലും എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ബോധവൽക്കരണം നടത്തുമ്പോൾ പല സ്ഥലങ്ങളും എനിക്കിത് ചടങ്ങായിട്ടാണ് തോന്നുന്നത്. അവരെ ഇതിൻ്റെ ഭാഗമായിട്ടൊരു ക്ലാസ് നടത്തണം എന്നല്ലാതെ അവർ വളരെ ആക്റ്റീവായിട്ട് വരുന്നത് വളരെ കുറവാണ്. അവർക്ക് സ്കൂളിലിപ്പോൾ സുരക്ഷേൻ്റെ ഭാഗമായി ക്ലാസ് നടത്തണം. അതുകൊണ്ട് ഒരു പീരീഡ് 3 പീരീഡ് എടുക്കാൻ ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്. ക്ലാസ്
ബാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ കുറച്ചുകൂടി അതിനൊരു സമയം എല്ലാ സ്കൂളും കൊടുക്കണം. ഇത്ര മണിക്കൂറുകളിൽ ഇതിൻ്റെ ഒരു ക്ലാസ് കേൾക്കുവാണെങ്കിൽ നമ്മൾ കുട്ടികൾ നാളെ പുറത്തു വരികയാണെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് വർക്ക് ചെയ്യുക. കാരണം റോഡ് ആക്സിഡൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, പലപ്പോഴും റോഡ് ആക്സിഡൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഈ വലിയ ഇഞ്ചുറി ഉണ്ടാക്കുന്നത്. അത് പലപ്പോഴും ആൾക്കാർക്ക് അറിയുന്നില്ല. സ്പൈനൽ കോഡ് ഇഞ്ചുറിൻ്റെ പ്രധാന പ്രശ്നം തന്നെ ഈ എടുക്കുന്ന ആൾ നല്ല രീതിയിൽ എടുക്കാത്തതുകൊണ്ടാണ്. വാരിക്കൂട്ടി എടുക്കുന്നത് ഒരു പൊതു രീതിയാണ്. വാരിക്കൂട്ടി എടുക്കുന്നു, ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ കാറിലോ കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന് ചെറിയ പരിക്ക് നട്ടലിനായിരിക്കും ഉണ്ടാവുക, പക്ഷെ അത് കൂടുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം, എൻ്റെ ഒരു സുഹൃത്ത് പയ്യന്നൂർ ഫയർ സ്റ്റേഷന് കീഴിൽ അവൻ്റെ അമ്മ വീട്ടിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ സ്ലിപ്പായി വീണു. അപ്പോൾ അമ്മേനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ലേ പോലും നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പോകുമ്പോൾ അമ്മ ഭയങ്കര വേദന നടുവിന് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ സുഹൃത്ത് കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അമ്മ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസ് വിളിച്ചിട്ട് അവരെ സ്ട്രക്ചറിലാണ് കൊണ്ടുപോയത്. ഡോക്ടർ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ കൊണ്ടുപോയെങ്കിൽ സ്ത്രീ ജീവിതത്തിൽ എഴുന്നേറ്റ് കിടക്കില്ല എന്നാണ്. അപ്പോൾ സ്പൈനൽ ഇഞ്ചുറി പറ്റിയിരുന്നു. അപ്പോൾ കൈകാര്യം ചെയ്തത് സ്ട്രക്ചറിലായതുകൊണ്ട് ആ സ്ത്രീക്ക് വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമാണ് നടക്കുന്നത്. അധിക ബെഡ് റിഡനായി കിടക്കുന്ന ആളെയും ഈ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ആക്കുന്നത്. അത് വലിയൊരു അറിവല്ലേ. പല സമയങ്ങളിലും ഞാനാണെങ്കിലും ഇപ്പം ഞാൻ ബോധത്തോടെ ഉണ്ടെങ്കിൽ ഒരു പബ്ലിക് എടുക്കുന്ന സമയത്ത് ഞാൻ പറയും, എന്നെ എടുക്കരുത്, എനിക്കൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തന്നാൽ മതി എന്ന് ഞാൻ പറയുന്ന രീതിയാണ് ഞാൻ കണ്ട അനുഭവം. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാവുക, അതായത് അങ്ങനെയുള്ളൊരു കുട്ടികൾ ഒരു പഠനത്തിലൂടെ പുറത്തു വരിക എന്നുള്ളത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നില്ലേ. നമ്മളെ മക്കളെല്ലാം വേറെ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു പഠനം കൂടിയും ഭാഗമായിട്ട് നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ നമ്മളെല്ലാം സുരക്ഷിതരല്ലേ. ഒരു അപകടം പെട്ട് കഴിഞ്ഞാൽ ഇല്ല ഞാൻ ടെൻഷൻ ആവേണ്ടല്ലോ, എന്നെ കൊണ്ടുപോകുന്നവർ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല, എന്നെ എടുത്തു കൊണ്ടുപോകുന്നവരുടെ അടുത്ത് എനിക്കിതൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ആ സൊസൈറ്റി അങ്ങനെ ആകുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് വലിയ അപകടമൊന്നും പറ്റൂല. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഒരു വാഹനം മറിഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനം ആദ്യം ചെയ്യുന്ന അവർ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് പിന്നെ മൂവ്മെൻ്റ് ഇല്ല. പിന്നെ ആ വാഹനത്തിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ വേറെ ഒരു പ്രവർത്തനം കൊണ്ടൊന്നും ഒരു അപകടം ഉണ്ടാവുന്നില്ല. അവരെന്നെ കോളറും ഈ സ്പൈനൽ സപ്പോർട്ട് ചെയ്യുന്ന ആളെ പുറത്തേക്ക് എടുക്കുന്നത്. ഇനി മുറിക്കുന്നതാണെങ്കിലോ അത് ഏറ്റവും എടുത്താൽ മുറിക്കുക. നമ്മളിവിടെ ഒരു വെൻസ് കാറ് അവിടുത്തെ പറഞ്ഞിട്ട് ഒരാളിനോട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില്ല് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഇത് വലിയ അല്ലെങ്കിൽ മുറിക്കുന്നുണ്ടെങ്കിൽ വലിയ വാഹനമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ട് ചിലവ് വരുന്ന പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ആണെങ്കിൽ പൊട്ടിച്ചെടുക്കുക. അങ്ങനെയല്ല, എവിടെയാണോ വിക്ടിം കിടക്കുന്നത് അവിടെ തന്നെ മുറിക്കണം, അവിടെ തന്നെ മുറിച്ചിട്ടെടുക്കണ്ടേ, ഇല്ലെങ്കിൽ വീണ്ടും എല്ലാം വലിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ചിന്താഗതി വരണം എടുക്കുമ്പോൾ. നമ്മൾ എടുത്തുകൊണ്ട് നമുക്കൊരു വീണ്ടും ഒരു അപകടം ഉണ്ടാവരുത്, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ബിൽഡിങ്ങുകളിലാണെങ്കിൽ NOCകൾ പുതുക്കി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുന്നതാണ് പറയണ്ട. എവിടെയൊക്കെ നിങ്ങൾ ഈ പരിശോധനക്കൊക്കെ പോയപ്പോൾ എല്ലായിടത്തും ഈ നിയമലംഘനങ്ങളൊക്കെയാണോ കാണുന്നത്? ആണ്, പല സ്ഥലങ്ങളിലും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഗുജറാത്ത് സൂറത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ടായിരുന്നു, ട്യൂഷൻ സെൻറ്റർ പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഗ്രൗണ്ട് +1 അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ 22 കുട്ടികളാണ് മരണപ്പെട്ടത്. ഈ ടെറസിൻ്റെ മുകളിൽ ഇവർ ഒക്യുപ്പൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ ഷീറ്റിൽ, അത് ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ പലപ്പോഴും ടെറസ് ഒക്യുപ്പൈഡ് ആണ്. ഷീറ്റെല്ലാം അടിച്ചിട്ട് അവിടെ ട്യൂഷൻ സെൻ്റർ ആയിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ തീപിടുത്തമാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, മുകളിലേക്ക് പോയി. ശരിക്കും അവിടെ ആ ഷീറ്റ് ഉണ്ടാകുമ്പോൾ ഈ സ്മോക്കെല്ലാം അതിനുള്ളിൽ പെട്ടൂലേ, സ്മോക്ക് ഇടുമ്പോൾ സഫോക്കേഷൻ, ശ്വാസം മുട്ടലായിട്ടാണ് മരണപ്പെട്ടത്. 22 കുട്ടികളാണ് മരണപ്പെട്ടത്. പക്ഷെ അത് ഓപ്പൺ ആണെന്ന് വിചാരിക്കും. ഓപ്പൺ ആണെങ്കിലോ അത് ശരിക്കും ഒരു റിഫ്യൂജ് ഏരിയ ആണ്. നമ്മൾ ഈ ഓപ്പൺ ടെറസ് അങ്ങനെ തന്നെ വെക്കണം എന്ന് പറയാൻ കാരണം അവിടെ റിഫ്യൂജ് ഏരിയ ആണ്. നമുക്ക് ഒരാൾക്ക് കയറി നിന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയിൽ അയാളെ പുറത്തേക്ക് എത്തിക്കാം ആ ബിൽഡിങ്ങിൽ. ഇത് അടച്ചിരിക്കുവാണെങ്കിലോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും ബിൽഡിംഗ് എടുക്കുന്നു, നിങ്ങൾ ബിൽഡിങ്ങുകൾ ഈ കണ്ണൂർ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പലപ്പോഴും ഗ്രൗണ്ട് +2 ഗ്രൗണ്ട് +3 എല്ലായിരിക്കും. പക്ഷെ പോയി നോക്കുമ്പോൾ അവിടെ കിടന്ന് ഓപ്പൺ ടെറസുകളിൽ ഒക്യുപ്പൈ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ പലപ്പോഴും സാർ ഇതൊന്നും പ്രശ്നമില്ല, 10 വർഷമായിട്ട് തീപിടുത്തമില്ല, 15 വർഷമായിട്ട് തീപിടുത്തമില്ല എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും അപകടം ഉണ്ടാവാം. ഒരു പബ്ലിക്കിന് സ്റ്റെയർ, പിന്നെ സ്റ്റെയറാണ്, സ്റ്റെയറുകളെല്ലാം ബ്ലോക്കാണ്. സ്റ്റെയർ പല സമയങ്ങളിലും ഈ മറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് സ്ഥലങ്ങളെല്ലാം സ്റ്റോക്ക് കൂടുതൽ വന്നിട്ട് അവർ കൂടുതൽ ശേഖരിച്ച് വെക്കുന്നത് സ്റ്റെയറിൻ്റെ സൈഡിലാണ്. നല്ല വീതിയിലെ സ്റ്റെയറാണ്, അതിന് ചെറിയ വഴിയിലൂടെയാണ് അവർ നടന്നു പോകുന്നത്. അവർ സ്ഥിരം പോകുന്നതുകൊണ്ട് അവർ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഈ സ്റ്റെയറിലെല്ലാം സാധനം കിടക്കുവാണ്, റൂമുകളെല്ലാം കൂമ്പാരം കിടക്കുന്ന സാധനം കിടക്കുവാണ്. നമ്മൾ ഇതിനെല്ലാം ഈ ഇൻസ്പെക്ഷനിൽ പോയി പറഞ്ഞു. ഇത് പറയുമ്പോൾ അന്നേരം മാറ്റുന്നതല്ലാതെ ഞാൻ ഇന്ന് ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇന്നെല്ലാം റെഡി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ബോധം വരുന്നില്ല. ഇത് ഞാൻ പറയുന്നത് മൊത്തം സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളടക്കമില്ല വേണ്ടിയിട്ടാണെന്നില്ല ബോധ്യം. കാരണം അവരാണല്ലോ പണിയെടുക്കുന്നത്, ആദ്യം പിടൽ അവരല്ലേ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പല ബിൽഡിംഗ് കാണുന്നുണ്ട്. അതുപോലെ എക്സിറ്റുകളെല്ലാം ബ്ലോക്ക് ആക്കുക, ഒന്ന് KCP ചെയ്യുക. ഇതെല്ലാം പുറത്ത് വെന്റിലേഷന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സൊന്നും തുറന്നു വിട്ടാൽ സ്മോക്ക് പുറത്തേക്ക് പോകണം, ഇതൊക്കെ അടച്ചിടുക. അപ്പോൾ ഫുള്ള് AC ആക്കുമ്പോൾ തന്നെ വെന്റിലേഷൻ കുറഞ്ഞല്ലോ.
സ്റ്റെയറുകൾ ഒരു സ്റ്റെയർ ഉപയോഗിക്കുന്നില്ല, എക്സ്റ്റീരിയർ സ്റ്റെയർ വെച്ചിട്ടുണ്ട്, ഫയർ സ്റ്റെയർ വെച്ചിട്ടുണ്ട്. ഒരു അബോർഡ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ സ്റ്റെയർ കയറിയാൽ നേരെ ഗ്രൗണ്ടിലേക്കാണ് ആക്സസ്. ആ ആക്സസ് അവർക്ക് ശരിയായി തോന്നുന്നുണ്ടാവില്ല, എപ്പോഴും സെൻട്രൽ തന്നെ നടക്കുക. ആ സ്റ്റെയർ ഒരു ശരിയല്ലാതെ തോന്നുമ്പോൾ അവർ രാത്രി പൂട്ടിയിടുന്നു, രാവിലെ പൂട്ടിയിടുന്നു. എനിക്ക് പല ഹോസ്പിറ്റലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഇത് വന്നിട്ട് പൂട്ടിയിടുക, അന്നേരം അവർ പറഞ്ഞ് പുറത്തേക്ക് കൂടെ ആൾക്കാർ കയറി വരുന്നു. അത് അവരുടെ സെക്യൂരിറ്റി റീസൺ ആണ്, അത് ശരിയായിരിക്കും. പക്ഷേ സേഫ്റ്റിയിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു അബോർഡ് ഉണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങി പോകേണ്ട സ്റ്റെയറാണ് ഇവർ ബ്ലോക്ക് ചെയ്തിടുന്നത്. അങ്ങനെ ബിൽഡിങ്ങുകളിൽ ഇലക്ട്രിക്കൽ വയറിങ് വളരെ മോശമായി കാണുന്നത്, അതുപോലെ ഇതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇല്ലാത്തത്, സ്റ്റോക്കെല്ലാം കൂട്ടിക്കിടക്കുന്നത്. ആ സ്റ്റോക്കിൻ്റെ ഇടയിൽ സ്ഥിരം പോകുന്നവർക്ക് തോന്നില്ല. നിങ്ങൾ സ്ഥിരം ഒരു റൂമിലേക്ക് പോയേക്കെ, അവിടുത്തെ വേറൊരാളെ കൊണ്ടൊക്കെ, അപ്പോൾ അയാൾ അതിൻ്റെ അപാകതകൾ പറയും. നമ്മളങ്ങനെ കയറുമ്പോൾ കുറേ അപകട സാധ്യതകളുണ്ട്. ഇവരോട് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മളെന്തോ ഒരു ഇൻസിസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇത് നിങ്ങളെ ജീവന് വേണ്ടിയിട്ടാണെന്ന് പലപ്പോഴും പറഞ്ഞാലും അവർക്ക് അങ്ങനെ ഒരു ആ ഒരു ബോധ്യം വരുന്നില്ല. ആ ബോധ്യം വരുന്ന ഒരു സമൂഹമാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും. നല്ല രീതിയിൽ നമുക്ക് റെസ്ക്യൂ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ പോകുമ്പോൾ ഈ സ്റ്റെയർ അടക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാനാ? ആ ഒരു രീതി എപ്പോഴും ഉണ്ട്. അത് മാറ്റം വരുത്തണം. ഇനിയും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.